മോദി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പം ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ വെണ്ടക്ക് കുറച്ച് പുഴു വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് കണ്ട ഇതേപോലെ ഈ ഈ ഈ പുഴു വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടില്ലേ? ഈ പുഴു ഇത് കണ്ടില്ലേ? ഇതേപോലെ പുഴു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പുഴു വന്നിട്ടുണ്ട്. ഇതെല്ലാം തേച്ചും പുഴുവാണ്. ഇതെല്ലാം പറിച്ച് കളഞ്ഞ് പുഴു കണ്ട ഇതാണ് പുഴു ഇതേപോലെ തെരച്ച് കൂട്ടിയിട്ടാണ് പുഴു ഉണ്ടാവുക. ഇതിനകത്ത് തേച്ചും പുഴുവിൻ്റെ മുട്ടയാണ്. ഇതേപോലെ ഇതങ്ങ് തിരുമ്പി അങ്ങ് ചാടി വെക്കുക. ഇതെനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിപ്പോൾ ഇത് തേച്ചും പോവും. അതിന് വേണ്ടിയിട്ട് ഇതെന്താ വേണ്ടത് വെച്ചാൽ ഇതെല്ലാം കൂടി പറിച്ച് കളഞ്ഞ് ഇതിൻ്റെ തലയടക്കം പൊട്ടിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉണ്ടാവും പുഴു. ഇതിങ്ങനെ തിന്നിട്ട് ഒന്നും ഉണ്ടാവില്ല, ഇലയൊന്നും ബാക്കി ഉണ്ടാവില്ല. ഇതേപോലെ ഇതാണ് കുശു. കണ്ടില്ലേ? ഇത് ഇതുപോലെ ഇത് തേച്ച് ഇങ്ങനെ ചവിട്ടി ഒരച്ച് അങ്ങ് കളഞ്ഞേക്കുക. അങ്ങ് കളഞ്ഞിട്ടാകുമ്പോൾ ഇത് കണ്ടതാ ഇതാ പുഴു. ഇത് കണ്ടില്ലേ? ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഒറ്റ പിന്നെ ഇത് ഉണ്ടാവില്ല, വഴുതിനിങ്ങ ഒറ്റ ബാക്കിയിട്ടാവില്ല. ഇത് കണ്ടില്ലേ? ഇതാ എത്ര ക്ഷണം പോകുന്നറിയാം. ഇതിനകത്തെ പുഴുവിനെ കാണിച്ചു തരാൻ. അതങ്ങ് താഴെ വീണ് പോയി. ഇതാ പുഴു ഇതാ പുഴുവിനെ നിങ്ങൾ ഇതേപോലത്തെ പുഴുവാണ്. ഇതാണ് പുഴു. ഇത് ഇതാണ് പുഴു. ഇനിയാണ് നശിപ്പിക്കേണ്ടത്. ഇങ്ങനെ ചവിട്ടി വരച്ച് നശിപ്പിച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് പറിച്ച് ചാടിയിട്ടങ്ങ് കളഞ്ഞേക്കുക. എന്നിട്ട് വേണം അടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ, ഇല്ലെങ്കിൽ എല്ലാവരും അടച്ച് വരും. കുറച്ച് 2 ദിവസം കൂടി കഴിഞ്ഞാൽ തേച്ചിനും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മരുന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് വേണം കുറച്ച് പച്ചച്ചാണകം, ഈ സ്ലെറി ഉണ്ടല്ലോ, ചാണകത്തിലെ സ്ലെറിയും കൂടി ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ലപോലെ പൂത്ത് ഉണ്ടാകുമ്പോഴേക്ക് അതിൻ്റെ പണി തീർത്തു പോയി. ഇവിടെല്ലാം ഉണ്ട്. ഉള്ള തേച്ചും പറിച്ച് കളയണം. അല്ലെങ്കിൽ കണ്ടല്ല ഒന്നും ബാക്കി വെക്കൂല. പരിക്കാണ്ടവിടെ വെച്ചുകൂടാം. ഇതിപ്പം കണ്ടില്ലേ? വള്ളി വടന്ന് കയറുന്നു. എന്തെല്ലാം ദ്രോഹങ്ങളാണെന്നറിയോ? പണിയെടുത്ത് നമുക്ക് ആക്കാനുള്ളൊരു ഇതില്ല. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഈ മരുന്ന് മിഞ്ഞാന്ന് അടിച്ച മരുന്ന് ഞാനൊരു ലിറ്റർ ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കട്ടെ. ഇപ്പോൾ അടിച്ചു കൊടുത്തിട്ട് ഒന്നും ബാക്കി ഉണ്ടാവില്ല. പിന്നെ ചാണകവും ഈ സ്ലെറിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ അടിച്ചു കൊടുക്കണം. പുഴുവെന്ന് വെച്ചാൽ തേച്ച് തിന്ന് ഇല തേച്ച് കളഞ്ഞു വിട്ടില്ല. ഈ പുഴു ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാവും. അതിനാണ് ഇതിങ്ങനെ അടിച്ചു കൊടുക്കണം. ഇതല്ലേ? ഇതാ ഇതെല്ലാം പുഴുവാ. ഇതിപ്പം വരുമ്പോൾ എല്ലാറ്റിനും വരും. ഏകദേശം അത് പോയി. കണ്ടില്ലേ? ഏകദേശം പോയി. എന്നിട്ട് ഇതിന് ശേഷം ഇതിനും കൂടി അടിച്ചു കൊടുക്കുക. എന്നാൽ മറ്റേന് വരാതെ നോക്കാൻ കഴിയും നമുക്ക്. ഇപ്പോൾ ഇതും ഉണ്ടല്ലേ? ഇതേപോലെ എല്ലാറ്റിനും അടിച്ചു കൊടുക്കണം. അതിനാണ് ഇത് വന്നാൽ പിന്നെ പോയി. അതുകൊണ്ട് എല്ലാറ്റിനും കുറേശ്ശെ അടിച്ചു കൊടുത്താൽ വരാതിരിക്കും. വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവരത് കൂട്ടാക്കൂല. അത്രയ്ക്ക് നല്ല ശക്തിയുള്ള മരങ്ങളല്ലല്ലോ നമ്മൾ കൊടുക്കുന്നത്. ശക്തി ഉണ്ടെങ്കിലും ജൈവമല്ലേ. ഇംഗ്ലീഷ് മരുന്നാണ് ഒറ്റ അടിക്കന്നെ അവർ ചത്തുപോകും. ചാവാനൊന്നും തരൂല്ല. ഇത് ചാവണ്ടിക്കൽ നമ്മൾ ചാവൊന്നുമില്ല. ഈ മരുന്ന് അടിച്ചാൽ കീഞ്ഞ് ഇറങ്ങിപ്പോവും മാത്രം. അത്രേ ഉള്ളൂ. ഇതേപോലെ വഴുതിനിങ്ങ ഇതിൻ്റെ വഴുതിനിങ്ങ ഇതാ വലിയ വഴുതിനിയാ. അതാണ് ഈ നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യും, നിറച്ചും ഉണ്ടാവുകയും ചെയ്യും. വെയിൽ വേണം, നല്ല വെയിൽ വേണം. വെയിലില്ലാതെ കൊണ്ടാണ് ഇവിടെയെല്ലാം കുറവ്. ഇങ്ങനെ നല്ല ഉണ്ടാവുക. പറിച്ചാൽ അവസാനിക്കില്ല. അത്രയൊക്കെ കൊടുക്കാനുണ്ടാവും. അതിന് 10 വഴുതിനിയുണ്ടെങ്കിൽ നമുക്ക് ഒന്നരാടെ നമ്മളെ ചെലവിൻ്റെ പൈസ നമുക്ക് ഇതിൽ നിന്നാക്കാൻ കഴിയും. ഇനിയിപ്പോൾ ആടിയുണ്ട്, അതിനും കൂടി ഞാനൊന്ന് കൊടുക്കട്ടെ. ഇതെടുത്തിട്ട് അതങ്ങോട്ട് എടുക്കുന്നില്ല, കാണിച്ചു തരാം. അത് അടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒരുപാട് സമയമായിപ്പോവും. ഞാനിപ്പോൾ ഈ ബക്കറ്റിലെ ആ സ്ലെറി ഉണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ. അതിന് ബക്ക് പൊട്ടിപ്പോയി മറിഞ്ഞു പോയി.
ഇതിങ്ങനെ ഈ വഴുതിനൊക്കെ കൊടുക്കട്ടെ. വഴുതിന് എന്നാലേ നല്ലോണം ഉണ്ടാവും. ഇനി വളം കൊടുക്കൽ കുറവാണ്. ഞാൻ ഇപ്പുറത്തെ ഭാഗത്തായതുകൊണ്ട് വളം കൊടുക്കൽ കുറവാണ്. കേബേജിനും കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇതിനും കൊടുക്കട്ടെ. ആ ചാണകത്തിന്, ആ കുമ്പളത്തിന്, ഇതെല്ലാം കുറേശ്ശെ കൊടുക്കട്ടെ. ബക്കറ്റ് പൊട്ടിപ്പോയി. ഇനിയിപ്പം ബക്കറ്റ് പോയി വെള്ളം തേച്ച് ചാണം തേച്ച് മറിഞ്ഞു പോയി. ഇത് വേണ്ട, ഞാൻ ഇതിന് കൊടുക്കട്ടെ. ഇതാണ് കണ്ടാ, ആ മേലത്തെ ആ വഴുതിൻ്റെ കൂടി ഞാൻ കൊടുക്കട്ടെ. ഇതിൻ്റെ മേലെ കണ്ടാ, ഇതേപോലെ ഇതാണ് വഴുതിനെ കൂടി കൊടുത്താൽ നല്ല ഉഷാറായിട്ട് അങ്ങ് വന്നോളും. വഴുതിന് ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. ഇനി വളക്കുറവ് കൊണ്ടാണ് ഇത് ഉണ്ടാവില്ല കുറയുന്നത്. ഇഷ്ടം പോലെ ഒന്നിനാടും പറിച്ച എനിക്കൊരു അത്രയ്ക്ക് ഉണ്ടാവും. പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ സമയവുമില്ല, അതുകൊണ്ടാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ എല്ലാത്തിനും കൊടുത്തു. ഇനി കുറച്ച് പച്ച നനച്ച് കൊടുക്കണം. എന്നുവെച്ചാൽ ഇത് കുറച്ച് കട്ടിയുണ്ട്. ആ വെള്ളം തേച്ച് മേലെ നൂറിപ്പോയി, അതുകൊണ്ട് ലേശം നനച്ച് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനിയിപ്പം കുറച്ചും കൂടി ഒഴിക്കേണ്ട, ചാണകത്തിനും കൂടി ഒഴിക്കണം. അത് ഞാൻ കാണിച്ചു തരാം. കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. ഈ പഴയ തക്കാളിക്ക് തേത്ത് വരുന്നത്, തല തേത്തിട്ട് വരുന്നുണ്ട്. അത് മൂത്ത് ഉണ്ടായി കഴിഞ്ഞതാണ്. രണ്ടാമത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കുറച്ച് വെള്ളാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. വേണ്ടാ, രണ്ടാമത്തെ തക്കാളിക്ക്. എന്നിട്ട് ചീരക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ഇത് ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ച്. ഇതിനകത്ത് ആദ്യം ഉണ്ടാകുന്നുണ്ട് കണ്ട, നല്ലപോലെ പൂത്തിട്ടുണ്ടാകുന്നുണ്ട്, തല പൊട്ടിയിട്ട്. അതുകൊണ്ട് ലേശം കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. നല്ലപോലെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ നല്ലപോലെ ഇനി തിരി പൊട്ടിയിട്ട് തല പൊട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ ഇതിന് ചീരക്ക് ലേശം ഒഴിച്ച് കൊടുക്കാനുണ്ട്. അടിയുണ്ട് 2 ചീര, 2-3-4 ചീര നട്ടത്, അതും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാമല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം ആയി. ഇന്നത്തെ തക്കാളിക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ ആ ചീരക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതും കൂടി നല്ല ചീര വേഗം ഓടിക്കോളും. ചീര വേഗം ഓടിക്കോളും. ബാക്കിയെല്ലാം ഇതായാലും ഉണ്ടില്ലേ, ഇതേപോലെ ഞാൻ ഇപ്പോൾ കണ്ടല്ലോ. ഈ വെള്ളം എനിക്ക് ചീരക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എടുത്തിട്ട് നടക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇത് കണ്ട, ഇതേപോലെ കണ്ടില്ലേ, ചീര കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നല്ലപോലെ പൊടിച്ച് ഉഷാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം കൂടി അങ്ങ് വീണാൽ നല്ലോണം ഉഷാറായിക്കോളും. കണ്ടില്ലേ, നല്ലപോലെ ആയിക്കോളും. ഇനിയിപ്പോൾ ഇത് ബാക്കിയുള്ളത് അങ്ങനെ കപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം. കപ്പൊക്കെ കൂടി ഒഴിച്ച് കൊടുത്തേ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. വീഡിയോ കണ്ടിട്ട് ഹൈപ്പ് അടിക്കുക. ലൈക്ക് അടിച്ച് കഴിയുമ്പോൾ ഹൈപ്പ് വരിക. ഹൈപ്പ് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് അടിക്കുന്നില്ല. അതുകൊണ്ട് ഹൈപ്പ് കിട്ടില്ല. ഹൈപ്പ് അടിച്ചു ലൈക്ക് അടിക്കുമ്പോൾ എന്തായാലും അടിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല, ശരിക്കും കൃത്യമായിട്ട് അടിച്ചിട്ട്
വരുവാന്ന് എനിക്ക് പറയാനുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. നാളെ ഞാൻ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഇന്നിപ്പോൾ നേരെ കൊടുത്തതെന്ന് വെച്ചാൽ വഴുതിനൊക്കെ പുഴുവിനൊരു മരുന്നടിക്കലും പിന്നെ വഴുതിനക്കും പിന്നെ തക്കാളിക്കും എല്ലാം സ്ലറി ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഉണങ്ങി പറിച്ച് തളർന്ന തക്കാളിക്കും വഴുതിനക്കുമാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി നല്ലോണം ഉഷാറായിട്ട് വരാൻ